السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിത്വം ചെയ്തു തീർക്കേണ്ട ദൗത്യങ്ങളെക്കുറിച്ചും അവരുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിലെ നമ്മളെ കണ്ടെത്താനുള്ള അതിന് പ്രചോദനമാകുന്ന പാട്ടുകൾ കേട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മളങ്ങനെ ഞാനൊറ്റക്കായി ഉൾവലിയേണ്ടതല്ലെന്നും നമ്മളെല്ലാവരും ചേർന്ന് നടത്തേണ്ട എല്ലാത്തരം സാമൂഹിക നന്മകൾക്കും കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുമാണ് വിപ്ലവഗാനങ്ങളിലെല്ലാം നമ്മൾ കേട്ടുപോയത്. നമുക്കതിന് ഉജ്ജ്വലമായ മാതൃകകളുണ്ട്. ചരിത്രങ്ങളിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്ന അനേകം കനമുള്ള കഥകളും ആശയങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ വിദ്യാർത്ഥികളും നമ്മളെല്ലാവരും ചേർന്നുണ്ടാക്കുന്നതാണ് നമ്മുടെ സമൂഹമെന്നും നമ്മുടെ ലോകമെന്നും അതിൻ്റെ ഭാവിയെക്കുറിച്ച് കൃത്യമായി ആലോചിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യേണ്ടത് നമ്മളെല്ലാം ചേർന്നാണ് എന്നുമുള്ള ധാരണ നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ സമൂഹത്തോട് പ്രതിപത്തി ഉണ്ടാകുന്നത്, നമുക്ക് സമൂഹത്തിൽ ക്രിയാത്മകമായി ഇടപെടാനാകുന്നത്. എനിക്ക് എൻ്റെ ലോകം, എനിക്ക് എൻ്റെ കാര്യങ്ങൾ, എനിക്ക് എൻ്റെ കുടുംബം, എൻ്റെ പഠനം എന്നത് മാത്രമാണ് ഒരു വിദ്യാർത്ഥിയുടെ താല്പര്യമെങ്കിൽ ആ വിദ്യാർത്ഥിയിൽ നിന്ന് ആ വിദ്യാർത്ഥിക്ക് നൽകുന്ന അവസരങ്ങൾ, ആ വിദ്യാർത്ഥിക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങൾ, അതെല്ലാം കൂടെ സമൂഹത്തിനൊന്നും തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ സാമൂഹികമായി നമ്മുടെ അതിനുവേണ്ടിയുള്ള ആ വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള ക്യാപിറ്റൽ, അതിനുവേണ്ടിയുള്ള നമ്മുടെ മൂലധനം നഷ്ടത്തിലായി പോകും. അപ്പോൾ നമ്മളാരും പഠിക്കുന്നത് നമ്മുടെ കുടുംബ തലമുറയിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയ അറിവുകളിൽ മാത്രം അല്ല. നമ്മൾ പഠിക്കുന്ന സ്കൂളുകളും മദ്രസകളും വിദ്യാഭ്യാസവും അറിവും സിലബസും അതിൻ്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മൾ പഠിക്കുന്ന അറിവും എല്ലാം, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളും അതിനുള്ള സംവിധാനങ്ങളും ആ പാഠ്യപദ്ധതിയും ആ നമ്മൾ പഠിക്കുന്ന ഏത് ശാസ്ത്രശാഖയാണെങ്കിലും അതെല്ലാം തലമുറകളായി, കാലങ്ങളായി, നൂറ്റാണ്ടുകളായി പലതരം മനുഷ്യരുടെ ചിന്താ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടു വന്ന, അവർ അതിനുവേണ്ടി അധ്വാനിച്ച് അവരവരുടെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ച് ഉണ്ടാക്കിയെടുത്ത ആലോചനകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളാണെന്നും ഇത് ഇതേപോലെ ഞാനും പഠിച്ചെടുത്ത് ഇനിയുള്ള തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുകയും അതിനെ എങ്ങനെയാണ് എനിക്ക് കൂടുതൽ ക്രിയാത്മകമായി ഈ സാമൂഹിക നന്മകൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിക്കാനാവുകയും ചെയ്യുക എന്ന ആഴത്തിലുള്ള ആലോചനയാണ് ഓരോ വിദ്യാർത്ഥിയെയും പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ നേടുന്ന വിജ്ഞാനം അത് മനുഷ്യനുതകുന്ന, സമൂഹത്തിനുതകുന്നതായി മാറ്റാൻ നമുക്ക് കഴിയണം. നമ്മൾ SSFകാർ ഇസ്ലാമാണല്ലോ നമ്മുടെ അടിസ്ഥാനം, ഇസ്ലാമാണ് നമ്മുടെ മൂല്യബോധം, ഇസ്ലാമാണ് നമ്മുടെ ആശയങ്ങളെ മുഴുവനും നമുക്ക് പ്രചോദനങ്ങളായി മാറ്റിത്തരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിം വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അറിവ് നമുക്ക് പിന്നീട് ലഭിക്കുന്ന ജോലിക്ക് വേണ്ടിയുള്ള, നമുക്ക് പിന്നീട് ലഭിക്കാനുള്ള മറ്റു പല സാധ്യതകൾക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണമല്ല, അതിനു വേണ്ടിയുള്ള ഒരു മീഡിയേറ്ററോ മാധ്യമമോ അല്ല. മറിച്ച് ആ അറിവ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി നമുക്ക് നമ്മെ നവീകരിക്കാനുള്ളതാണ്, നമുക്ക് നമ്മെ അറിയാനുള്ളതാണ്, നമ്മുടെ നിലപാടുകൾ രൂപപ്പെടാനുള്ളതാണ്. എനിക്ക് ഒരാളോട് സംസാരിക്കണമെങ്കിൽ, എനിക്ക് ഒരാളോട് ഇടപഴകണമെങ്കിൽ എനിക്കുണ്ടായിരിക്കേണ്ട ഒരു രാഷ്ട്രീയ ബോധ്യമുണ്ട്, ഒരു സാമൂഹിക ബോധമുണ്ട്. എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ സംസ്കാരത്തിലൊക്കെ ഉണ്ടായിരിക്കേണ്ട വ്യത്യസ്തതരം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ പ്രകടിപ്പിക്കുന്നത് ഞാൻ ആവാഹിച്ച എൻ്റെ ബോധത്തിൽ നിന്ന്, എൻ്റെ അറിവിൽ നിന്ന്, എൻ്റെ ജ്ഞാനത്തിൽ നിന്നാകണം. അങ്ങനെ ഞാൻ സംസാരിക്കുമ്പോഴാണ് ആ സംസാരങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി,
നമ്മുടെ നിലപാട് രൂപപ്പെടുത്താൻ വേണ്ടി, നമുക്ക് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടി, നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് അതിൻ്റെ ഗതി നിശ്ചയിക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിനേക്കാളൊക്കെ ഉപരി അള്ളാഹുവിൻ്റെ അടുത്തുള്ള നമുക്ക് പരലോക ജീവിതത്തിൽ ജയിക്കാനുള്ള ആത്യന്തികമായ നമ്മുടെ മാധ്യമമാണല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിം വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അറിവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ അറിവിനെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പഠിക്കുന്ന അറിവുകൾ, ആ അറിവുകൾ അത് കേവലം ന്യൂസ് വായനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കുറേ വിവരങ്ങൾ ഉണ്ടാകും. അത് വിവരങ്ങൾ മാത്രമാണ്. ആ വിവരങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ വിവരങ്ങളെ നമുക്ക് എങ്ങനെയാണ് സാമൂഹിക നന്മയ്ക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്ന ഒരു പക്വതയുള്ള, റുഷ്ദുള്ള ഒരാലോചന. അങ്ങനെ ആ ആലോചനയിലേക്ക് നമ്മുടെ വിവരങ്ങളെ, ആ ആലോചനയിലേക്ക് നമ്മൾ ഇങ്ങനെ അതിനെ മാറ്റിയെടുക്കുമ്പോഴാണ് നമുക്ക് ആ വിവരം കൊണ്ട് അത് അറിവിലേക്ക് വളരുകയും അതുകൊണ്ട് തെളിച്ചുണ്ടാവുകയും ചെയ്യുന്നത്. ഈ പ്രോസസ്സാണ് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടത്. നമ്മൾ സ്കൂളുകളിൽ പോകുന്നുണ്ട്, അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനേകം വിവരങ്ങളുണ്ട്. ഒരുപാട് ശാസ്ത്രശാഖകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. വ്യത്യസ്ത സംവിധാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. എക്സ്പെരിമെന്റ്സുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ അനുഭവിക്കുന്ന, നമ്മൾ കടന്നു പോകുന്ന, നമ്മൾ വായിച്ചെടുക്കുന്ന, നമ്മൾ ക്ലാസ്സുകളിൽ നിന്ന് കേൾക്കുന്ന ഈ വിവരങ്ങളെല്ലാം ഒരു പക്ഷേ അത് കേവലം വിവരങ്ങൾ മാത്രമായി നമ്മുടെ പരീക്ഷയിൽ നമുക്ക് മാർക്ക് നേടാൻ മാത്രമുള്ള ഉപാധിയായി മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും വിജ്ഞാനത്തിന്റെ വഴിയിൽ എത്തിയില്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. H2O = വാട്ടർ നമ്മളൊക്കെ വളരെ ചെറിയ ക്ലാസ്സുകളിലും പഠിക്കുന്നുണ്ട്. 2 ഹൈഡ്രജന്റെ തന്മാത്രകളും ഒരു ഓക്സിജന്റെ കണികയും ചേർന്ന് വെള്ളം ഉണ്ടാകും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ വെള്ളം കൊണ്ടുള്ള നമുക്ക് നിർവഹിക്കേണ്ട സാമൂഹിക ദൗത്യമുണ്ട്. അതെന്താണ്? അത് ദാഹിച്ചു വലഞ്ഞ ഒരു നായയ്ക്ക് സ്വന്തം ഷൂസ് താത്തി ആ കിണറിൽ നിന്ന് വെള്ളം എടുത്തു കൊടുത്തപ്പോൾ തെറ്റ് ചെയ്തിരുന്ന മനുഷ്യൻ പോലും സ്വർഗത്തിലേക്ക് കടന്നു എന്ന ഒരു ധാർമ്മിക പാഠം, ഈ പാഠമാണ് നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നത്. ഈ ചിന്തയാണ് നമുക്കില്ലാതെ പോകുന്നത്. ഞാൻ പ്രയാസപ്പെടുമ്പോഴും, ഞാൻ ദാഹിക്കുമ്പോഴും എൻ്റെ കൂട്ടുകാരന് ആ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആ കൂട്ടുകാരനിലേക്ക് അത് കൈമാറ്റം ചെയ്യുന്നിടത്താണ് എൻ്റെ മനുഷ്യത്വം ബാക്കിയാകുന്നതെന്ന്, എൻ്റെ ഈ വെള്ളത്തെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമാകുന്നത് എന്ന തിരിച്ചറിവ് നമുക്കില്ലാതാകുമ്പോൾ, അതാണ് എർമുക്കിൽ സ്വന്തം കൂട്ടുകാർ ദാഹിച്ചവശരായി കിടക്കുന്ന നേരത്ത് വെള്ളം എന്ന് പറഞ്ഞപ്പോ ആ ഷഹീദാകാൻ കിടക്കുന്ന, യുദ്ധത്തിൽ മുറിവ് പറ്റി ഷഹീദാകാൻ കിടക്കുന്ന ആ അവസാന സമയത്ത് ലഭിച്ച വെള്ളം സ്വന്തം താല്പര്യത്തിന് വേണ്ടി കുടിക്കുന്നതിന് പകരം തൊട്ടപ്പുറത്തെ കൂട്ടുകാരനും വെള്ളം ആവശ്യമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അവർക്ക് കൊടുക്കൂ എന്ന് ആംഗ്യം കാണിക്കുന്ന, അങ്ങനെ ഓരോരുത്തരും മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി സൂചിപ്പിക്കുന്ന ആ സൂചനകൾ കഴിഞ്ഞ് ആദ്യത്തെ ആളിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഓരോരുത്തരായി മരിച്ചു പോകുന്ന ഒരു മനുഷ്യത്വത്തിന്റെ ഉദാത്തമായ, നമുക്ക് ഉദാഹരണങ്ങൾ ചേർത്ത് പറയാൻ കഴിയാത്ത അത്രയും വിശാലമായ മാനവികതയുടെ, സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ കാഴ്ചപ്പാടാണ് നമ്മുടെ ജ്ഞാനം കൊണ്ട് രൂപപ്പെടേണ്ടത്. അത് വിവരം കൊണ്ടൊരു പക്ഷെ സാധ്യമാകണമെന്നില്ല. ഈ വിവരത്തെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബൗദ്ധികമായ വികാസമാക്കി മാറ്റാൻ കഴിയുക എന്ന ആലോചനയാണ് നമ്മുടെ വിദ്യാർത്ഥികളിൽ വളരെ അനിവാര്യമായി ഉണ്ടാകേണ്ടത്. ആ ബോധ്യത്തിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ തെറ്റുകളോടും, എല്ലാ അരുതായ്മകളോടും, എല്ലാ വേണ്ടാത്തരങ്ങളോടും നമുക്ക് ധാർമ്മിക ബോധ്യത്തിൽ നിന്നുകൊണ്ട് പ്രതികരിക്കാൻ കഴിയും. അതിന് പ്രതിരോധം തീർക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഖുർആൻ അള്ളാഹുവിന്റെ കലാമ് അത് സൃഷ്ടിയാണ് എന്ന വാദത്തിനെതിരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മുഴുവനും ശബ്ദിച്ചു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വല്ലാത്ത പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. രാജഭരണത്തിനെതിരെയാണ് പ്രതികരിക്കുന്നത്. ആ രാജഭരണം അവർ എന്തു ചെയ്താലും അവിടെ ചോദ്യം ചെയ്യാനുള്ള സാമൂഹിക സാഹചര്യങ്ങളില്ല. ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്ന ഭരണ സംവിധാനങ്ങളല്ല. അവിടെ അത് ചോദ്യം ചെയ്യാൻ പോലും ആരുമില്ല. ആ അധികാരികളുടെ മുമ്പിൽ സ്വന്തം ജീവിതം നഷ്ടപ്പെടും, തുറുങ്കിലടക്കും, അവിടെ ഭീകരമായ തേർവാഴ്ചകൾക്ക് പാത്രമാകേണ്ടി വരും. അങ്ങനെ എന്തെന്ത് ത്യാഗങ്ങൾ സഹിച്ചാലും, സ്വന്തം ജീവിതം വെടിയേണ്ടി വന്നാലും, ഇഞ്ചിഞ്ചായി നുറുക്കപ്പെട്ടാലും
പഠിച്ചു വെച്ചിരിക്കുന്ന ആദർശത്തിന്റെ ബോധ്യത്തിൽ നിന്ന് ഞങ്ങൾ അണുയുടെ വ്യതിചലിക്കുന്ന പ്രശ്നമില്ല എന്ന് പ്രഖ്യാപിച്ച് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്ത ആ സമരത്തിന്റെ, ആ പോരാട്ടത്തിന്റെ, ആ അധികാരത്തോടുള്ള പ്രതിരോധത്തിന്റെ തുടർച്ചയിലാണ് നമുക്കിന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ ആശയ സമഗ്രതയിൽ വിശുദ്ധ ഖുർആനിനെ സമീപിക്കാനും സ്വീകരിക്കാനും പാരായണം ചെയ്യാനും ഒക്കെ കഴിയുന്നത് എന്ന് വരുമ്പോൾ നമ്മൾ ഒരു അനീതിക്കെതിരെ, ഒരു അധർമ്മത്തിനെതിരെ, ഒരു വേണ്ടാത്തരത്തിനെതിരെ ശബ്ദിക്കുന്ന ഓരോ മനുഷ്യരുടെയും ശബ്ദങ്ങൾ അത് കേവലം ഒരു ഒച്ചപ്പാടും ബഹളവും ആകുകയല്ല, മറിച്ച് അത് പ്രതിരോധ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു മുന്നേറ്റം ആവുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. എങ്കിൽ ഞാൻ മാത്രം ചെയ്തിട്ട് എന്ത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ മാത്രം എന്തിനാണ് ഈ റിസ്ക് എടുക്കുന്നത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഒറ്റക്കാണെങ്കിലും ഒരു മിന്നാമിനങ്ങ് അതിന്റെ ആ ഇത്തിരി വെട്ടം കൊളുത്തി വെക്കുമ്പോഴാണ് അത് അതിന്റെ ദൗത്യം നിർവഹിക്കുന്നത്. അതൊരു സൂര്യനായി ജ്വലിക്കാൻ ഒരു മിന്നാമിനങ്ങിന് കഴിയില്ല. എന്നാൽ അങ്ങനെ ഞാൻ അതും ചെയ്യേണ്ടതില്ല എന്ന് കരുതുന്നത് അത് മൗഢ്യമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു റിസൾട്ടും ഇല്ല. സ്വന്തത്തോട് പോലും നീതി പുലർത്താൻ കഴിയാതെ, സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ ചരിത്രത്തിൽ എക്കാലത്തും അവഗണിക്കപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ പോകണോ? അതല്ല, ഞാൻ ഒറ്റക്കാണെങ്കിലും എന്നെക്കൊണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യും എന്ന തീർച്ചപ്പെടുത്തലിൽ നമ്മുടെ അറിവ് സാമൂഹിക നവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കണോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇസ്ലാമിക ജ്ഞാനശാസ്ത്രത്തിൽ, ഇസ്ലാമിക് എപ്പിസ്റ്റമോളജി വെച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അറിവിനെ നമ്മുടെ പണ്ഡിത മഹത്തുക്കൾ സ്വീകരിച്ച, സമീപിച്ച രീതിയുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അയ്യുഹൽ വലദ് എന്ന വിദ്യാർത്ഥിക്ക് നൽകിയ ഉപദേശത്തിൽ അതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ അടുത്ത് 100,000 കിതാബുകൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിന്റെ ജീവിതത്തിന് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ നിനക്കതുകൊണ്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മള് മരുന്നുകളെ കുറിച്ച് നന്നായി അറിയാം, നമ്മുടെ രോഗത്തെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും നമുക്ക് നന്നായി അറിയാം. നമുക്ക് കഴിക്കേണ്ട മെഡിസിൻസ് ഏതാണെന്ന് നമുക്ക് നല്ല ധാരണ ഉണ്ട്. ആ മെഡിസിൻസ് എല്ലാം ഉള്ള ഒരു ഫാർമസിയിൽ ഒരു രോഗി പോയി തപസ്സിരുന്നത് കൊണ്ട് ആ രോഗിയുടെ അസുഖം മാറൂല. ആ മരുന്നെടുത്ത് ഉപയോഗിക്കാൻ കഴിയണം. ഒരു തലവേദനയാണെങ്കിൽ, ഒരു പനിയാണെങ്കിൽ 2 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു പാരസിറ്റാമോൾ എടുത്ത് അത് സേവിക്കുമ്പോഴാണ് അതിന് റിസൾട്ട് ഉണ്ടാകുന്നത്. അതിന് പകരം മെഡിക്കൽ ഷോപ്പ് നിറയെ മരുന്നുകളുള്ള ഒരു ഷോപ്പിൽ പോയി നമ്മൾ ഇരുന്നത് കൊണ്ട് നമ്മുടെ രോഗം മാറുന്നില്ല. 100 വാളുകൾ കയ്യിലുണ്ട്, ഒരുപാട് ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങളൊക്കെ ഉള്ള മനുഷ്യന്റെ അടുത്തേക്ക്, നല്ല യുദ്ധതന്ത്രജ്ഞനായ ആളുടെ അടുത്തേക്ക് ഒരു സിംഹം വന്ന് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നു. അയാൾ ഈ ആയുധങ്ങൾ പ്രയോഗിക്കുന്നില്ലെങ്കിൽ ആ ആയുധങ്ങൾ കൊണ്ട് എന്തു കാര്യമെന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. നമ്മുടെ കൺതുറപ്പിക്കേണ്ടതാണ്. നമ്മുടെ ഈ വിവരങ്ങൾ, നമ്മുടെ ഈ അറിവുകൾ, ആ അറിവുകൾ കൊണ്ട് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ, ആ അറിവുകൾ നമുക്കും നമ്മുടെ സമൂഹത്തിനും കൈമാറ്റം ചെയ്യാനും അതിന്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ അത് വൃഥാവിലായി പോകും. പിന്നെ നമ്മുടെ അറിവ് എന്തിനാണ്? അത് നമ്മുടെ പ്രൊഫഷന് വേണ്ടിയുള്ളതാണ്, നമുക്ക് ജീവിക്കാനുള്ളതാണ്, നമുക്ക് സാലറി കിട്ടാനുള്ളതാണ്. അതിനു വേണ്ടിയാണോ നമ്മുടെ അറിവ് എന്നതാണ് ചോദ്യം. അങ്ങനെ ഷണ്ഡീകരിക്കപ്പെട്ട, നമുക്ക് ഈ സമൂഹത്തിൽ ഒന്നും ചെയ്യാത്ത വിദ്യാർത്ഥിയാവുക എന്ന് പറഞ്ഞാൽ, ഒരു സാമൂഹിക ദൗത്യവും നിർവഹിക്കാത്ത ഒരു വിദ്യാർത്ഥിയാവുക എന്ന് പറഞ്ഞാൽ, ആ വിദ്യാർത്ഥി എന്ന പദത്തിനോട് പോലും നമ്മുടെ ചരിത്രത്തോട് ഒരിക്കലും നീതി പുലർത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ പിന്നെ നമുക്ക് പ്രതിരോധശേഷി ഉണ്ടാകണം, നമുക്ക് ആർജവം ഉണ്ടാകണം. എല്ലാത്തരം അരുതുകളോടും അരുതായ്മകളോടും എതിരിടാനും അവക്കെതിരെ ശബ്ദിക്കാനുമുള്ള ഏറ്റവും വലിയ മനസ്സ് നമുക്കുണ്ടാകണം. മനുഷ്യർക്ക് വേണ്ടി, സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന എല്ലാത്തരം മനുഷ്യർക്ക് വേണ്ടിയും ഇടപെടാനും അവർക്ക് വേണ്ടി ശബ്ദിക്കാനും നമുക്ക് കഴിയണം. വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യാത്മകമായ ആശയത്തെ അത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും നമുക്കാകണം. ഇങ്ങനെ നമ്മളിപ്പോ സാഹിത്യോത്സവിലാണല്ലോ ഉള്ളത്. സാഹിത്യോത്സവിൽ നമ്മുടെ രചനകളും നമ്മുടെ പ്രഭാഷണങ്ങളും നമ്മുടെ പാട്ടുകളും നമ്മുടെ എല്ലാം, ഈ രചനകൾ മുഴുവനും അത് സമൂഹത്തെ കാണുകയും അത് കേവലം ആസ്വാദനത്തിന് വേണ്ടിയുള്ള പാട്ടുകളും പറയലുകളും ഒക്കെ ആയി നമ്മുടെ ഈ സാഹിത്യോത്സവങ്ങൾ തീർന്നു പോവുകയാണെങ്കിൽ ഈ സാഹിത്യോത്സവത്തിന് സമൂഹത്തിൽ എന്ത് പോസിറ്റീവായ റിസൾട്ടാണ് ഉണ്ടാക്കാൻ കഴിയുക? നമുക്ക് എന്ത് ഉത്തരവാദിത്തമാണ് നിർവഹിക്കാൻ കഴിയുക? മറിച്ച് അങ്ങനെ അല്ല. നിങ്ങൾ കേട്ടില്ലേ, നേരത്തെ ഇവിടെ പാടിയ മുഴുവൻ വിപ്ലവഗാനങ്ങളും വിദ്യാർത്ഥികളായ നമ്മൾ ഉണരണമെന്നും നമുക്കിവിടെ വലിയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനുണ്ടെന്നും ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ പ്രചോദനമാകുന്ന ചരിത്രത്തിലെമ്പാടുമുള്ള കഥകൾ പറഞ്ഞുമാണ് നമ്മളെ ആ പാട്ടുകൾ പ്രചോദിപ്പിച്ചത്. ആ പാട്ടുകൾക്ക്
ആ പാട്ടുകൾക്ക് മനുഷ്യരെ സ്വാധീനിക്കാൻ ശേഷിയുണ്ട്. നമ്മൾ മാപ്പിളപ്പാട്ടുകൾ പാടുന്നുണ്ട്. ഈ മാപ്പിളപ്പാട്ടുകൾ നമുക്ക് താളം കേട്ടുറങ്ങാൻ എഴുതിയ വരികളല്ലല്ലോ. മോയിൻകുട്ടി വൈദ്യരോ അല്ലെങ്കിൽ ഉണ്ണി മുഹമ്മദോ അവരാരും ഈ മാപ്പിളപ്പാട്ടുകൾ എഴുതി വെച്ചിരിക്കുന്നത് താളബദ്ധമായ സംഗീത സാന്ദ്രമായ ആ സംഗീത നിശകളിൽ പോയി ഇരുന്ന് നമുക്ക് പരസ്പരം ആഘോഷിക്കാനല്ല ആ പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. മറിച്ച് ഇവിടുത്തെ ഒരു ജനസമൂഹത്തിന്റെ മുഴുവനും പ്രതിരോധ മനസ്സാക്ഷിയെ ഉണർത്തുകയും അവരുടെ ആ ബോധത്തെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി, രാഷ്ട്ര സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാൻ വേണ്ടിയുള്ള അവരുടെ സമരപരമായ അവരുടെ സാധ്യതയായിരുന്നു ആ മാപ്പിളപ്പാട്ടുകളുടെ രചന. എങ്ങനെയാണോ ഒരാൾ ആയുധമെടുത്ത് അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടുന്നത്, എങ്ങനെയാണോ ഒരാൾ തങ്ങളുടെ സർവ ശേഷിയും പുറത്തെടുത്ത് അരുതായ്മകൾക്കെതിരെ പ്രതികരിക്കുന്നത്, പ്രഭാഷണം നടത്തുന്നയാൾ ആ അരുതായ്മകൾക്കെതിരെ പ്രതികരിക്കുന്നു, പ്രഭാഷണം നടത്തി പ്രതികരിക്കുന്നു. എഴുതാൻ കഴിവുള്ളയാൾ ആ അരുതായ്മക്കെതിരെ എഴുതി പ്രതിഷേധം അറിയിക്കുന്നു. ഇതേപോലെ പാട്ടെഴുതാൻ ശേഷിയുള്ളവർ അതിനെതിരെ പാട്ടെഴുതി പ്രതിഷേധിച്ചു. ഇതാണ് നമ്മുടെ മലപ്പുറം പടയടക്കമുള്ള നമ്മുടെ മുൻകാല മാപ്പിളപ്പാട്ടിന്റെ രചനകളിൽ നിന്ന് സമൂഹത്തിൽ സംഭവിച്ച സ്വാഭാവികമായ പരിണാമമെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിന്റെ, നമ്മുടെ കലാത്മകമായ പ്രകടനങ്ങളുടെ, നമ്മുടെ സാഹിത്യോത്സവങ്ങളുടെ അടക്കം അടിസ്ഥാനപരമായ ആശയം അത് ഈ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളാൻ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുക എന്നതാകണം. ആ അർത്ഥത്തിൽ നമുക്ക് ഈ കാലത്തെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് സമൂഹത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നത്. ഈ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. പലതരം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉള്ള കാലം, എല്ലാത്തരം ആലസ്യങ്ങളും നമ്മളെ പിടികൂടുന്ന കാലം. നമ്മുടെ അജണ്ട നിർണ്ണയിക്കുന്നത് ആരെയാണ്? നമ്മുടെ താല്പര്യങ്ങൾ നിശ്ചയിക്കുന്നത് ആരാണ്? ഞാൻ എന്ത് പഠിക്കണമെന്ന്, ഞാൻ എന്ത് വസ്ത്രം ധരിക്കണമെന്ന്, ഞാൻ എന്ത് ചിന്തിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്, നമുക്ക് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെയാണ്? അത് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗമാണ്, അൽഗോരിതമാണ്. ഈ അൽഗോരിതം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ആഴമുള്ള കയമുണ്ട്. ആ കയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മൾ. ഞാൻ എന്തു ചിന്തിക്കണമെന്ന് പോലും എന്നെ ചിന്തിപ്പിക്കുന്ന ഈ അൽഗോരിതം, അത് കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ മാർക്കറ്റുകൾക്കനുസരിച്ച് സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ നമുക്കറിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ ഫീഡിലേക്ക് വരുന്ന ഇൻസ്റ്റയിലെ, നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പുകളിലെ, നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ താല്പര്യം കാണിക്കുന്ന, നമ്മൾ ലൈക്ക് ചെയ്യുന്ന, നമ്മൾ കൂടുതൽ സമയം നമ്മുടെ സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ ചിത്രങ്ങൾ, അതിന് സമാനമായ വീഡിയോകൾ, ആ വീഡിയോകൾ, നമ്മൾ കാണുന്ന റീലുകൾ, ആ റീലുകൾ തന്നെയാണ്, അതിന് സമാനമായ റീലുകൾ തന്നെയാണ് നമ്മുടെ സ്ക്രീനിലേക്ക് വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അത് സൂക്ഷ്മമാണ്. ഈ സൂക്ഷ്മമായി നമ്മളെ നിരീക്ഷിക്കുകയും നമ്മളെ കൊള്ളയടിക്കുകയും നമ്മുടെ അസ്തിത്വത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ വിദ്യാർത്ഥിത്വത്തെ അത് വലിച്ചൂരി വെറും ഒരു പേടകം മാത്രമാക്കി നമ്മളെ മാറ്റുകയും ചെയ്യുന്ന, ഒരവശിഷ്ടം മാത്രമാക്കി നമ്മളെ മാറ്റുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് പ്രക്രിയ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും, ഈ അൽഗോരിതങ്ങളല്ല എന്നെ ചിന്തിപ്പിക്കേണ്ടതെന്ന്, ഈ അൽഗോരിതങ്ങളല്ല എൻ്റെ ഭാവി നിശ്ചയിക്കേണ്ടതെന്ന്, എൻ്റെ സമയം കൊല്ലേണ്ടതെന്ന്, എൻ്റെ ബോധ്യത്തെ നിർണയിക്കേണ്ടത് എന്ന തിരിച്ചറിവിലേക്ക്, ആ ഒരു ബൗദ്ധികമായ തിരിച്ചറിവിലേക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ഉണരുമ്പോഴാണ് നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാവുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ സമൂഹത്തോട് നീതി പുലർത്താനാകുന്നത്. ആ അർത്ഥത്തിൽ ഈ അൽഗോരിതങ്ങളുടെ അടിമകളായി നമ്മൾ മാറി തീർന്നു പോകരുത്. നമ്മുടെ വിദ്യാർത്ഥിത്വം അവസാനിച്ചു പോകരുത്. നമുക്ക് ഈ സമൂഹത്തിൽ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്വങ്ങളെ മുഴുവനും ഇല്ലാതാക്കുകയും ആ ബോധത്തിൽ നിന്ന് ആസ്വാദനങ്ങളിലേക്ക്, രസങ്ങളിലേക്ക്, ആഘോഷങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യുക എന്നതാണ് മാർക്കറ്റിന്റെ താല്പര്യം. അങ്ങനെ ബോധ്യമുള്ള, തിരിച്ചറിവുള്ള ഒരു തലമുറയിൽ നിന്ന് സ്വാഭാവികമായും മാർക്കറ്റുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കച്ചവടത്തിന് പിന്നെ ഭാവിയില്ല. ആ കച്ചവടവൽക്കരിക്കപ്പെട്ട സമൂഹമാകണം നമ്മൾ എന്നത് അത് മുതലാളിമാരുടെ താല്പര്യമാണ്. ആ മുതലാളിമാരുടെ താല്പര്യങ്ങൾക്ക് കീഴൊതുങ്ങി അടിമകളായി ജീവിക്കണോ നമ്മളെന്ന്? അതല്ല. ഞാൻ പഠിച്ചെടുത്ത അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ബോധ്യത്തിൽ നിലപാടുള്ള വിദ്യാർത്ഥിയായി കാലം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആദർശവും ധാർമ്മികതയും ബോധ്യമായുള്ള ഒരു വിദ്യാർത്ഥിയാകണോ ഞാനെന്ന തിരിച്ചറിവാണ്, ആ ഒരു ആത്മചോദ്യമാണ് നമ്മുടെ ഉള്ളിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടത്. ലോകത്ത് ഫുട്ബോളിന്റെ ആഘോഷം നടക്കുകയാണ്. ഫുട്ബോൾ
അതൊരു സ്പോർട്സ് സ്പിരിറ്റിൽ നമ്മൾ മാത്രം എടുത്ത് തള്ളേണ്ട, അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അങ്ങനെ എന്തെല്ലാം സ്പോർട്സുകൾ നടക്കുന്നു. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ഗ്രാമതലങ്ങളിൽ പോലും ഫുട്ബോൾ ഇത്രമേൽ ആഘോഷിക്കപ്പെടുന്നത്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ബോധങ്ങളെ ഒരു 1.5 മാസക്കാലം നമ്മുടെ മുഴുവൻ ജീവിതത്തിന്റെ താളത്തെയും അത് മറിച്ചിട്ടുകൊണ്ട് നമ്മളെ സ്വാധീനിക്കുന്നത്? ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഇൻസ്റ്റയിൽ വരുന്ന ഈ റീലുകളിൽ എത്ര സമയമാണ് നമ്മൾ മുടക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതൊരു തിരിച്ചു നടക്കാനുള്ള സമയമായി എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. തിരിച്ചു നടക്കാൻ നേരമായിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എന്ന അർത്ഥത്തിൽ ആദ്യം നമുക്കൊരു കൗതുകം ഉണ്ടാകും. ആ കൗതുകത്തിൽ ചിലപ്പോൾ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കും. അതതിൻ്റെ സ്വാഭാവികതയിൽ അത് നമ്മളെ മയക്കുന്നുണ്ട് എന്ന്, നമ്മളെ അടിമയാക്കുന്നുണ്ട് എന്ന്, നമ്മുടെ അസ്തിത്വത്തെ കാർന്നു കളയുന്നുണ്ട് എന്ന് തിരിച്ചറിവുണ്ടായാൽ പിന്നെ അവിടെ തന്നെ പതിയിരുന്ന് അവിടെ അടിമത്വം പൂർണ്ണമാക്കുക അല്ല നമ്മൾ വേണ്ടത്. മറിച്ച് അതവിടെ ഇട്ടേച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് അതിനെ ഉപയോഗപ്പെടുത്തുകയും ആ അടിമത്വത്തിൽ നിന്ന് തിരിച്ചു നടക്കുകയുമാണ് വേണ്ടത്. AI അടക്കമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിന്ന് വളരെ എളുപ്പമാണ്. ഒരു വിവരം കിട്ടാൻ ഒരു പണിയുമില്ല. നമ്മുടെ എല്ലാം കൈവെള്ളയിലുള്ള മൊബൈലിൽ ഏതെങ്കിലും ഒരു ChatGPTയോ ജെമിനിയോ ഏതെങ്കിലും ഓപ്പൺ ചെയ്ത് അതിൽ ചോദിച്ചാൽ നമുക്ക് വിവരങ്ങൾ കിട്ടും. വിവരങ്ങൾ കിട്ടാൻ പണിയില്ല. ഭാഷ നമുക്കിന്നൊരു ഒരു അതിരേ അല്ലാതായിരിക്കുന്നു. നമുക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ മതിലുകളില്ലാത്തതായി അറിവിന്റെ ലോകം വിശാലമായി നമ്മുടെ മുമ്പിലുണ്ട്. അത് ഫ്രഞ്ചിൽ എഴുതപ്പെട്ട ഒരു കൃതി കിട്ടണം എന്ന് നമുക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ നമുക്കത് സാധ്യമാണ്. പേർഷ്യൻ ഭാഷയിൽ എഴുതപ്പെട്ട നോവലുകൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ മലയാള പരിഭാഷ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് നമ്മുടെ കൈവെള്ളയിൽ തെളിയും. അത്രമാത്രം വിവരങ്ങളുടെ അനന്തമായ സാധ്യതകൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതാണോ നമ്മൾ അതുകൊണ്ടുള്ള ഉപയോഗം? ഈ അൽഗോരിതങ്ങൾ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ ഈ AI തരുന്ന കണ്ടന്റുകൾക്കാണോ നമ്മൾ പ്രാമുഖ്യം നൽകേണ്ടത്? അത് നമ്മുടെ വിവരവിനിമയ കാര്യത്തിലെ ഒരു എളുപ്പമാണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. ആ ഉപയോഗം അത് അടിമത്വമായിട്ടല്ല, അതിന് അടിമയായിട്ടല്ല, മറിച്ച് അതിനെ നമുക്ക് സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി, എൻ്റെ സമയം ലാഭിക്കാൻ വേണ്ടി നമ്മൾ അതിനെ ഉപയോഗിക്കണം. അപ്പോഴും സർഗാത്മകമായി മാനവികമായി ചിന്തിക്കാൻ ഒരു സാങ്കേതിക വിദ്യക്കും സാധ്യമല്ല. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മനുഷ്യന് വേണ്ടി ചിന്തിക്കാൻ അത് ഒരു AIക്കും സാധ്യമല്ല. സർഗാത്മകമായി ഇടപെടാൻ അത് ഇവർക്ക് സാധ്യമല്ല. ഏറ്റവും കരുണയോടെ ഹൃദ്യമായി മനോഹരമായി മനുഷ്യരോട് സംസാരിക്കാൻ, മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളാൻ, അങ്ങനെ നിലപാടുകൾ രൂപപ്പെടാൻ അത് ഒരു AIക്കും ഒരു ഡിജിറ്റൽ സാങ്കേതിക വിദ്യക്കും സാധ്യമല്ല. ആ തിരിച്ചറിവിൽ മനുഷ്യത്വം നഷ്ടപ്പെടാതിരിക്കാൻ, മനുഷ്യരുടെ കൂടെ ചേർന്ന് നിൽക്കാനുള്ള വലിയ ബാധ്യതയും ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്ന ബോധ്യം ഓരോ വിദ്യാർത്ഥിയിലും അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും താല്പര്യവുമായി ഉണ്ടാകണം. രാജ്യത്ത് നടക്കുന്ന അസമത്വങ്ങൾ, നീതിയുടെ, സാമ്പത്തിക വിതരണത്തിലെ, സാമൂഹികമായ സ്ഥാപനങ്ങളിലെ, അങ്ങനെ തുടങ്ങി ഏതെല്ലാം മേഖലകളിൽ അനീതികളും അസമത്വങ്ങളും ഉണ്ടോ, ആ അസമത്വങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ചരിത്രം അതിന് നമുക്ക് പ്രചോദനം നൽകുന്നുണ്ട്. രാജ്യത്തെ സ്വാതന്ത്ര്യ സമരം മുതൽ ഏറ്റവും ഒടുവിൽ പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളും പ്രക്ഷുബ്ധാവസ്ഥകളും, ഏറ്റവും ഒടുവിലായി തൊഴിലില്ലായ്മയുടെ വിഷയത്തിൽ സുപ്രീം കോർട്ടിന്റെ ജഡ്ജിയിൽ നിന്നുണ്ടായ ഒരു പ്രതികരണം. വെറും കോക്രോച്ചുകൾ മാത്രമാണ്, പാറ്റകൾ മാത്രമാണ്, അവരുടെ ശല്യം സഹിക്കാനാകുന്നില്ല എന്ന തരത്തിലുണ്ടായ ഒരു പ്രതികരണത്തിൽ നിന്ന് CJP എന്ന ഒരു പാർട്ടി രൂപപ്പെടുന്നു. ആ പാർട്ടിയുടെ ലക്ഷ്യവും താല്പര്യവും എന്നതിനേക്കാളേറെ അത്രമാത്രം ചെറിയ ഒരു ഇടപെടലിൽ നിന്ന് സമൂഹത്തെ സ്വാധീനിക്കുന്ന ആശയങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുണ്ട് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ രാജ്യത്തെ എല്ലാത്തരം പ്രശ്നങ്ങളോട്, ലോകത്ത് സംഭവിക്കുന്ന എല്ലാത്തരം അസമത്വങ്ങളോട്, സാമൂഹിക ശ്രേണിയിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ടി വന്ന മനുഷ്യരോട് അനുകമ്പയോടെ ഇടപെടുകയും കാരുണ്യത്തോടുകൂടി അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ഈ അനീതികൾക്കെതിരെയും അസമത്വങ്ങൾക്കെതിരെയും പ്രതികരിക്കുകയും ഇടപെടുകയും അതിന് നമ്മളെ കൊണ്ടാകും വിധത്തിൽ മുമ്പിൽ നിൽക്കുകയും ചെയ്യുക എന്ന സാമൂഹിക ദൗത്യം നമുക്ക് ഓരോരുത്തർക്കും നിർവഹിക്കാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. പറഞ്ഞു വന്നതിന്റെ താല്പര്യം, നമ്മുടെ ജീവിതം അതിങ്ങനെ അപ്പൂപ്പൻ താടികൾ എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ഈ അപ്പൂപ്പൻ താടികളായി കാറ്റ് വരുന്ന വഴിയിലേക്ക് പാറിപ്പോകുന്ന ജീവിതമായി അവസാനിച്ചു പോകാതെ നിലപാടുള്ള, ബോധ്യമുള്ള, ആ ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനു വേണ്ടി ഇടപെടുകയും ചെയ്യുന്ന
അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്ന, ഞാൻ എന്ത് പഠിക്കണമെന്ന്, എൻ്റെ ഭാവി എന്താണെന്ന്, ഞാൻ പഠിക്കേണ്ട യൂണിവേഴ്സിറ്റി ഏതാണ് എന്ന്, ഞാൻ പഠിക്കേണ്ട കോഴ്സ് ഏതാണ് എന്ന്, അത് ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി, മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ആരുടെയെങ്കിലും കൃത്യതയില്ലാത്ത ഗൈഡൻസുകൾക്ക് വഴികൊടുത്ത് നമ്മൾ നമ്മുടെ ജീവിതം കളങ്കപ്പെടുത്താതെ, നമ്മുടെ ഭാവിയെക്കുറിച്ച്, അത് സമൂഹത്തിന് ആവശ്യമുണ്ടോ എന്നതിനെ കുറിച്ച്, നമ്മുടെ മതത്തിന്, നമ്മുടെ സമൂഹത്തിന് അതെങ്ങനെ ഉപകരിക്കുമെന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടെ നമ്മുടെ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നിടത്ത് പോലും നമുക്കൊരു സാമൂഹിക ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്. നമ്മുടെ കലാലയങ്ങൾ തിരഞ്ഞെടുക്കുന്നിടത്ത് നമുക്ക് ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്. ഇങ്ങനെ സമൂഹത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള അനേകം ഉത്തരവാദിത്വങ്ങൾ, അതിൻ്റെ നമ്മളെ കൊണ്ടാകുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങളായിരിക്കണം ഓരോ ദിവസവും ഓരോ ഇടപെടലിലും നമുക്കുണ്ടാകേണ്ടത്. SSF ഇന്ന് രാജ്യത്തെ 24 സംസ്ഥാനങ്ങളിൽ വ്യവസ്ഥാപിതമായി സന്തോഷത്തോടുകൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 1,00,000 വീടുകളിലാണ് ഫാമിലി സാഹിത്യോത്സവങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10,000 ഗ്രാമങ്ങളിൽ യൂണിറ്റ് സാഹിത്യോത്സവങ്ങൾ നടക്കാനിരിക്കുന്നു. കേരളത്തിലെ സാഹിത്യോത്സവ ഡിവിഷൻ തലത്തിലെത്തുമ്പോൾ കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ അവിടെ ഫാമിലി സാഹിത്യോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ദീർഘദൃഷ്ടിയും ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നിരന്തരമായ ആലോചനകളുടെയും റിസൾട്ട്, അത് വളരെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് നമുക്ക് ഈ കേരളത്തിന് പുറത്തുള്ള 1,00,000 വീടുകളിൽ സാഹിത്യോത്സവം നടത്താൻ, 1,00,000 വീടുകളിൽ, ഗ്രാമങ്ങളിലല്ല, 1,00,000 വീടുകളിലേക്ക് കടന്ന് അവിടെ സാഹിത്യോത്സവങ്ങൾ നടത്താൻ മാത്രമുള്ള ഒരു ഉജ്ജ്വലമായ നിലപാടിലേക്ക് നമ്മുടെ സംഘടനാ നേതൃത്വത്തിന് പോകാൻ കഴിഞ്ഞത് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ധാർമ്മിക ബോധത്തിന്റെ, അതിലേക്ക് സമൂഹം ആകർഷിക്കപ്പെട്ടതിന്റെ നിതാന്തമായ ആ റിസൾട്ടാണ്, അതിന്റെ സ്വീകാര്യതയാണ്. ആ സ്വീകാര്യത തന്നെയാണ് നമ്മളെ നിരന്തരം പ്രചോദിപ്പിക്കേണ്ടത്. നമ്മൾ നന്മ പറയുമ്പോൾ, നമ്മൾ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ, നമ്മൾ ധാർമ്മികതയ്ക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ, നമ്മൾ അരുതായ്മകൾക്കെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ മനുഷ്യരുണ്ടാകും. ആ മനുഷ്യർ നമ്മുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുകൊണ്ടല്ല, നമ്മൾ മുന്നോട്ട് വെച്ച ആശയം സ്വീകരിക്കാനുള്ള അവരുടെ താല്പര്യം കൊണ്ടാണ്. എങ്കിൽ ആ സമൂഹത്തോട് നമുക്ക് പിന്നെയും ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുകയാണ്. അങ്ങനെ നമ്മളൊക്കെ SSFകാരാണ്. SSF നിർവഹിക്കേണ്ട ഈ ദൗത്യങ്ങൾ അത് സംസ്ഥാന കമ്മിറ്റിയിൽ മാത്രം നിക്ഷിപ്തമായതല്ല. നമ്മൾ ഓരോ വിദ്യാർത്ഥിയും, നമ്മൾ ഓരോ കൂട്ടുകാരനും എന്നെ കൊണ്ടാകുന്ന നന്മയുടെ വാഹകരായി നമ്മളെല്ലാം ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുക. നമ്മുടെ പഠനം കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട്, നമ്മുടെ ശേഷി കൊണ്ട്, നമ്മുടെ സർഗാത്മകമായ നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് ഈ സമൂഹത്തിന്റെ കൂടെ നിൽക്കുക, സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുക. ഈ മതത്തിന്റെ ആത്മസത്തയെ, അതിന്റെ സാരാംശത്തെ സൗന്ദര്യാത്മകമായി ആ കരുണയുടെ, സ്നേഹത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, എല്ലാത്തരം നന്മകളുടെയും സാകല്യമായ വിശുദ്ധ ഇസ്ലാമിനെ ലോകത്തിന്റെ മുമ്പിൽ നമ്മളെ കൊണ്ടാകും വിധത്തിൽ പ്രകാശിപ്പിക്കുക. ആ പ്രകാശനമാണ് നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം. ആ ഉത്തരവാദിത്വമാണ് നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനം നൽകേണ്ടത്. അങ്ങനെ ദീർഘമായ നമ്മുടെ ഈ ആലോചനകൾ കൊണ്ട്, നമ്മുടെ ചിന്താ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ട് ഈ സമൂഹത്തിന്, രാഷ്ട്രത്തിന് നമുക്ക് എന്ത് ചെയ്യാനാകുമെന്ന ആലോചനകൾ നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ്, ആ ചിന്തയുമായി നിങ്ങൾ ഈ സാഹിത്യോത്സവം അവസാനിച്ചു പോകുമ്പോഴാണ് നമ്മുടെ ഈ സംഗമങ്ങളും അധ്വാനങ്ങളും സാർത്ഥകമാകുന്നത്. അങ്ങനെ ഒരു ഉത്തരങ്ങളിലേക്ക് എത്താൻ, സമൂഹത്തിന്റെ ഉത്തരങ്ങളാകാൻ നമുക്ക് ഓരോരുത്തർക്കും അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ച് അഭിവാദ്യങ്ങൾ അറിയിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.